ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു അടിപൊളി കാര്യമാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. വാവ്, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒത്തിരി സാധനങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് വെയിറ്റ് ചെയ്തിട്ടുള്ള സാധനമാണിത്. ഒത്തിരി പേര് ഇത് വെച്ചിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോഴെല്ലാം ഇത് മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അവിടെ ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ, കിട്ടുമായിരിക്കും, പക്ഷേ ഈ മോൾഡിറ്റിൻ്റെ ഐറ്റംസ് എല്ലാം അടിപൊളിയാണ്. സോ ഇത് തന്നെ വേണമെന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ നാട്ടിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാധനം കിട്ടി, ഞാൻ ഇത് വെച്ചിട്ട് പണി തുടങ്ങാമെന്ന് ഓർത്തു. ഇതിലായിട്ട് 2 സാധനങ്ങളുണ്ടാവുക, ഒന്ന് റെസിൻ ബേസും ഒന്ന് ഹാർഡനറും. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ക്ലേ ആക്കി എടുക്കാൻ. എന്നിട്ടാണ് നമുക്കതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ എല്ലാവരും ഫുൾ ലോങ് വീഡിയോ എടുത്തില്ലല്ലോ, എടുക്കുന്നു മിക്സ് ചെയ്യുന്നല്ലേ കാണിക്കുന്നുള്ളൂ. സോ ഞാൻ ഓർത്തു ഇത് സിമ്പിളായിരിക്കുന്നത്, പക്ഷെ നല്ല നല്ല അടിപൊളി പണി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യുന്നവർ എന്താ കൈയൊന്നും വൃത്തിയാക്കാതെ വൃത്തികേടായിട്ടുള്ള കൈ കൊണ്ട് തന്നെ ഇത് ഫുള്ള് ചെയ്യുന്ന കാണിക്കുന്നത്. ഇവർക്കിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൈ കഴുകിക്കൂടെ, അറ്റ്ലീസ്റ്റ് ഒരു വൃത്തിക്കെങ്കിലും വീഡിയോ എടുത്തുകൂടെ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ കാര്യം ഇതിൽ തോണ്ടിയപ്പോഴാണ് മനസ്സിലായത്, ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല ഗൈസ്, ഇത് ഇത്രയും പണിയാന്ന്. കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പോകാൻ കുറച്ച് പാടാം. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സമയം എടുക്കുന്നോ, ഇത് എപ്പോഴാണ് നമ്മുടെ പരിപാടി കഴിയുന്നത് അപ്പോൾ കൈ കഴുകാനേ പറ്റത്തുള്ളൂ. കൈ കഴുകിയാലും പിന്നെ അത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം, പണിയാണ്. സോ ഞാൻ മനസ്സിലെങ്കിലും കുറ്റം പറഞ്ഞവരോട് എല്ലാവരും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഗൈസ്. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, സത്യമായിട്ടും എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇത് വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ് ഞാൻ. ഏറ്റവും സിമ്പിളാണ്. അതിനെ മിക്സ് ചെയ്തിട്ട് റൗണ്ട് ബോൾസ് ആക്കുക. ദെൻ 5 ഷേപ്പ് പുറത്തും, 5 ബോൾ പുറത്തും നടുക്കൊരു ബോളും കൂടെ വെച്ച് കൊടുത്താൽ ഫ്ലവറിൻ്റെ ഷേപ്പായി. ദെൻ അതിൽ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഡിസൈൻ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ഞാനൊരു 2 വലിയ ഫ്ലവറും 2 കുഞ്ഞ് ഫ്ലവറും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് കളറടിച്ച് അടിപൊളിയാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഞാൻ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും അപാകതയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കാരണം ട്രൈപ്പോഡൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ഗൈസ്. ഒരു കയ്യിൽ വീഡിയോയും ഫോണും ഒരു കയ്യിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അതിന് അപാകത ഉണ്ടാവും, പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അങ്ങനെ സംഭവമൊക്കെ ഉണങ്ങി പെയിൻ്റ് അടിച്ച് വെച്ച സംഭവം ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ബട്ട് സ്റ്റിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ആ പെയിൻറ്റ് തൊടുമ്പോൾ എൻ്റെ കയ്യിൽ വരുന്നു ഗൈസ്. ഐ വാസ് റിയലി ഷോക്ക്. ക്ലേ ആയതുകൊണ്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റില്ല. സോ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഉണക്കിയിട്ട് പെയിൻ്റ് അടിച്ച് സ്റ്റിൽ എൻ്റെ റൂമിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ചിരുന്നത്. എന്നിട്ടും ഇത് ഉണങ്ങിയിട്ടില്ല 1 വീക്കായിട്ട് പോലും. സോ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അത് ഞാൻ യൂസ് ചെയ്ത പെയിൻറ്റിൻ്റെ കുഴപ്പമാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം മേടിച്ച പെയിൻറ്റാണിത്. ഫാബർ കാസ്റ്റലിൻ്റെ എന്ന് ഓർത്തിട്ട്, നല്ല ബ്രാൻഡാണല്ലോ എന്ന് ഓർത്ത് മേടിച്ചതാണ് ഗൈസ്. ബട്ട് ചതിച്ചു. ദയവേത് നിങ്ങൾ ക്ലേക്ക് ഇത് ഉപയോഗിക്കരുത്. ബൈ മിസ്റ്റർ, നിങ്ങൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സത്യത്തിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം ഇവിടെ എത്തി നിൽക്കുക. ഇതിൻ്റെ മുന്നോട്ട് ഇനി എന്ത് ചെയ്യണം, ഇതുകൊണ്ട് എന്തുണ്ടാക്കണം, എന്താണ് ഒരു ഓപ്ഷൻ എന്നൊരു ഐഡിയ ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്?